നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായ് ലിഫ്റ്റിൽ വെച്ച് പെൺകുട്ടിയെ ഉപദ്രവിച്ച പ്രവാസി പിടിയിൽ. അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിന്റെ ലിഫ്റ്റിൽ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത്. 25 വയസ്സുകാരനാണ് പ്രതി. ഇയാൾ ഏത് രാജ്യക്കാരനാണെന്ന വിവരം പുറത്തു വന്നിട്ടില്ല. സംഭവത്തിൽ പ്രവാസി യുവാവ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. ലിഫ്റ്റിൽ കുട്ടിയുടെ ഒപ്പം കയറിയ ഇയാൾ കുട്ടിയെ ഒരു വശത്തേക്ക് പിടിച്ചു വലിക്കുകയും അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. യുവാവ് താമസിച്ചിരുന്ന അതേ കെട്ടിടത്തിലെ താമസക്കാരിയായ 16 വയസ്സുള്ള പെൺകുട്ടിയെയാണ് ഇയാൾ ശല്യം ചെയ്തത്. സംഭവ ദിവസം യൂണിഫോം ധരിച്ച പെൺകുട്ടി സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്നത് യുവാവ് കണ്ടിരുന്നു. കുട്ടി ലിഫ്റ്റിൽ നിന്ന് പുറത്ത് ഇറങ്ങാതിരിക്കാൻ കൈവച്ച് തടയുകയും ചെയ്തു. എന്നാൽ പെൺകുട്ടിയുടെ കുടുംബം 1-ാം നിലയിലായിരുന്നു താമസിച്ചിരുന്നത്. അതിനാൽ തന്നെ വേഗം തന്നെ കുട്ടിക്ക് ലിഫ്റ്റിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിച്ചു. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി അപ്പാർട്ട്മെന്റിലേക്ക് നടക്കവേ ഇയാൾ പിന്നാലെ ചെന്നും കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ക്യാമറകളില്ലാത്ത എമർജൻസി സ്റ്റെയർ കേസിലേക്ക് കുട്ടിയെ പിടിച്ചുകൊണ്ടുപോകാനായിരുന്നു ഇയാൾ ശ്രമിച്ചത്. എന്നാൽ യുവാവിനെ തള്ളിമാറ്റി കുട്ടി അപ്പാർട്ട്മെന്റിലേക്ക് ഓടിക്കയറുകയായിരുന്നു. പേടിച്ചുരുണ്ട നിലയിലാണ് മകൾ വീട്ടിലേക്ക് വന്നതെന്ന് പെൺകുട്ടിയുടെ അമ്മ പോലീസിനോട് പറഞ്ഞു. മകൾ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അമ്മ കെട്ടിടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ അടുത്തേക്ക് പോയി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചപ്പോൾ തന്നെ പോലീസ് അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിൽ എത്തുകയും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തതായി അറിയിച്ചു. ഇതേ കെട്ടിടത്തിൽ തന്നെ താമസിക്കുന്ന പ്രതിയെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ യുവാവ് കുറ്റം സമ്മതിച്ചു. തുടർന്നാണ് കേസ് ക്രിമിനൽ കോടതിയുടെ പരിഗണനയിൽ വരികയും പ്രവാസി കുറ്റക്കാരനാണെന്ന് വിധിക്കുകയും ചെയ്തത്. അതേസമയം പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ വിദേശത്തേക്ക് കടന്ന പ്രവാസി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. കോഴിക്കോട് തൂണേരി സ്വദേശി പാറോളത്തിൽ ഇസ്മയിലിനെയാണ് അറസ്റ്റ് ചെയ്തത്. 2022 ഡിസംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. +2 വിദ്യാർത്ഥിനി സ്കൂളിലെ ക്ലാസ് മുറിയിൽ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് സഹപാഠികൾ അധ്യാപകരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ കൌൺസിലിംഗിലാണ് പീഡന വിവരം കുട്ടി തുറന്ന് പറഞ്ഞത്. തുടർന്ന് നാദാപുരം പോലീസിൽ പരാതി നൽകിയതോടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പോലീസിൽ പരാതി നൽകിയ വിവരം അറിഞ്ഞ പ്രതി ഇതിനിടയ്ക്ക് വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതി തള്ളുകയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് പ്രതി നാദാപുരം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. കോഴിക്കോട് പോക്സോ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.